നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് പറ്റി അനാമിക? ഒന്നുമില്ല, ബാത്റൂമിൽ പോണം. എന്നാ പിന്നെ എന്നൊന്ന് വിളിച്ചാ പോരെ? നീ നല്ല ഉറക്കമായിരുന്നു, അതാ. എന്ന് വിചാരിച്ച് ഇങ്ങനെ മണ്ടത്തരം കാണിക്കണമെന്നുണ്ടോ? കുഴപ്പമില്ല, വിട്ടേക്ക്. എന്ത് സാരമില്ലെന്ന്. നിന്നെ ഇപ്പൊ പൊന്നു പോലെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാ. എന്റെ പൊന്നെ, രാവിലെ മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ ഇത്. മതി, നീ എന്നെ ശരിക്കും നന്നായിട്ട് നോക്കി. ഞാൻ ബാത്റൂം പോയിട്ട് വരട്ടെ. ഈ നട്ടപ്പാതിരയ്ക്ക് എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? നിന്റെ കാല് തറയിൽ സ്പർശിച്ച പിന്നെ എന്റെ വാക്കിന് എന്താ വിലയുള്ളത്? മനസ്സിലായില്ല. ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ എടുത്തോണ്ടു. പിന്നെ അല്ലാതെ ഞാൻ എന്താ ചെയ്യണ്ടേ? നാളെ നമുക്കുണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ നിന്നെ എത്ര സ്നേഹത്തോടെ നോക്കിയെന്ന് അഭിമാനത്തോടെ പറയണ്ടേ? അതിനുവേണ്ടിയാ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് സ്ട്രോങ് ആക്കണം. വാ. എനിക്ക് തോന്നുന്നു ചരിത്രം സ്ട്രോങ് ആക്കാൻ വേണ്ടി സെർവർ റൂമിൽ ഷോക്ക് വെച്ചത് നീയാണെന്ന്. എടി ഭയങ്കരി, സൂചി കുത്താൻ ഇട കിട്ടിയപ്പോ നീ എന്നെ വില്ലനാക്കി മാറ്റിയല്ലേ? ശരി ശരി, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വാ. എന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനേ തനിയെ പോയിക്കോളാം, അവിടെ നിന്നാ മതി. ഐഡിയ. ഏയ് അനാമിക, അനാമിക, നിക്ക് നിക്ക് നിക്ക്. എന്താ? ഞാനും വരാം. നീ എന്താ കളിക്കാണോ? കളിക്കാണ്. അല്ല, എനിക്ക് മനസ്സിലായില്ല. ശരി, മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാം. അകത്തേക്ക് പോയതിനു ശേഷം അറിയാതെ നിന്റെ കൈ ഷവറിൽ കൊണ്ടുവന്ന് വരും. അങ്ങനെ സംഭവിച്ചാ നമ്മൾ രണ്ടുപേരും നനയുമല്ലോ. അപ്പൊ പിന്നെ തണുത്തു തുടങ്ങും. തണുത്താ പിന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നും. കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാ പിന്നെ മതി. കൊറേ സിനിമ ഇരുന്ന് കണ്ടിട്ടേ നീ അങ്ങ് ചീത്തയായി. 2 മണിയാ സമയം. നിന്റെ റൊമാൻസ് ഒക്കെ അടച്ചു വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്ത്? നടക്കില്ല. പ്രേമം തോന്നി അത് പുറത്ത് കാണിക്കാതെ കൺട്രോൾ ചെയ്യുന്നവൻ ജന്മത്തിൽ രക്ഷപ്പെടില്ലെന്ന അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണോ നിനക്ക് അച്ഛൻ പറഞ്ഞു തരുന്നത്? ശരി, ഞാൻ തന്നെ പറഞ്ഞതാന്ന് വിചാരിച്ചാ പോരെ? ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിനക്ക് സഹായം നൽകാതെ വിടുന്ന പ്രശ്നമില്ല. Come on, let's go. നടക്കനാമിക, ഞാനൊന്ന് സഹായിക്കട്ടെ. ഒരു ദിവസം അനാമിക കാണാതിരുന്നേ, അപ്പൊ തന്നെ എന്തോ പോലെ വരിക. അയ്യോ, പതുക്കെ പതുക്കെ ഒന്ന് നോക്കി നടക്ക്. വീടില്ലേ? ഫോൺ വിളിച്ചിട്ട് വരാൻ പറഞ്ഞാലോ? എന്റെ കാലിനൊന്നും പറ്റിയിട്ടില്ല. കൈക്കല്ലേ വേദനയുള്ളത്. ഇത് കുറച്ച് ഓവറല്ലേ നന്ദ? അനാമിക, കയ്യോ കാലോ കാമുകയ്ക്ക് എന്തെങ്കിലും പറ്റിയാ കാമുകം വേണം സഹായിക്കാൻ. ഇതാണ് വേൾഡ് ലവേഴ്സ് റൂൾ. എങ്ങനെ ചെയ്താലോ? ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ അവളുടെ വർക്ക് സ്പേസിലേക്ക് പോയാലോ? ഓ എന്റെ നന്ദ, നീ എന്നെ ഹെൽപ്പ് ചെയ്തോ ശരി, പക്ഷെ ഇങ്ങനെ സംസാരിച്ച് കൊല്ലല്ലേ എന്നെ. ലെറ്റ്സ് വെയിറ്റ്. അപ്പൊ മിണ്ടാതെ സമാധാനായിട്ട് നടക്ക്. ഹായ് ഋഷി. എന്തു പറ്റി നിനക്ക്? അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നിന്നോട് ചോദിച്ചോ? അനാമിക എന്തു പറ്റി? ഇന്നലെ സെർവർ റൂമിൽ നിന്ന് ഷോക്ക് അടിച്ചതാ ഋഷി. ഷോക്കോ?
അതിന് സാറെന്തിനാ ഇത്രയും ഷോക്കാവുന്നത്? ഇത് ചെറിയൊരു ഷോക്കല്ലേ, അത് അത്ര വലിയ ഷോക്കൊന്നുമല്ല. എന്നിട്ടെന്താ എന്നോട് പറയാത്തെ? ആ, ഋഷി ഇന്നലെ മീറ്റിംഗിന് വേണ്ടി ബോംബെയിലായിരുന്നില്ലേ? നീ എന്താ കളിക്കാനാമിക? നിന്റെ അച്ഛനോട് ഞാൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ല നിനക്ക്? ഇവിടത്തെ ജോലിയിൽ നിനക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പ്രോമിസ് ചെയ്തതാ. നീ എത്ര ഈസി ആയിട്ടാ പറയുന്നേ? ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കാം. വേണ്ട ഋഷി, അതൊക്കെ ശരിയായി. ഇന്നലെ തന്നെ ഡോക്ടറെ കണ്ടായിരുന്നു ഞാൻ. നന്ദയാണ് എല്ലാ കെയറും തന്നെ നോക്കിയത്. കൈക്കിപ്പോ കുറച്ച് വേദനയുണ്ടെന്നേ ഉള്ളൂ. ഡോക്ടർ 2-3 ദിവസം ഈ പ്ലാസ്റ്റർ ഇടാനാ പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, ഓക്കെ. നീ വന്ന് എന്റെ ക്യാബിനിൽ റെസ്റ്റ് ചെയ്യ. ഇന്ന് നീ ഒരു വർക്കും ചെയ്യണ്ട. കുഴപ്പമില്ല ഋഷി, വർക്ക് ഒരുപാട് പെൻഡിങ്ങാ. നിനക്ക് നിന്റെ വർക്ക് ആയിരിക്കും ഇമ്പോർട്ടന്റ്, പക്ഷെ എനിക്ക് നിന്റെ ഹെൽത്താ. നീ ഒന്ന് റെസ്റ്റ് എടുക്ക. സർ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അനാമിക ലീവ് എടുത്ത് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. സാറ് ബോംബെയിലായിരിക്കുമല്ലോ, തിരക്കായിരിക്കുമല്ലോ എന്ന് കരുതിയാ ഒന്നും പറയാതിരുന്നത്. ഞങ്ങളുടെ ടീം ലീഡർ ഞങ്ങൾ അങ്ങനെ ഒട്ടും ശ്രദ്ധിക്കാതെ വിട്ടുകളയോ. സാറ് ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. എന്താ ഗൈസ്, ഇന്ന് ഇവിടെയുള്ള അനാമിക ചെയ്യേണ്ട ജോലികൾ കൂടി നമ്മൾ വീതിച്ചെടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. അനാമിക സൂപ്പർവൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും ഓക്കെ അല്ലേ? അതിനൊരു ടെൻഷനും വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ നോക്കിക്കോളാം. എന്താ ഇത് കേട്ടില്ല സാറേ, ഇതൊക്കെ വളരെ നിസ്സാര കാര്യമാണ്. സാറിന് ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ടാവും. സാറ് പോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞല്ലേ ഋഷി. ഐ വിൽ മാനേജ് മൈസെൽഫ്. ഋഷി പോയിക്കോളൂ. ഇങ്ങനെ നിക്കല ടീം ലീഡർ, അവിടെ ചെന്ന് ഇരിക്കേ, ചെന്ന് റെസ്റ്റ് എടുക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സർ, ഞങ്ങൾ പോട്ടെ. വാ. അനാമിക ഇവിടെ ഒറ്റയ്ക്കിരിക്കണോ? എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഇംപ്രസ് ചെയ്തേക്കാം. ശരി, കഴിച്ചാലോ? വാ, ഞാൻ നിനക്ക് വാരിത്തരാം. നീ ഭക്ഷണം തരാനോ? അത് വയ്യാത്തവർക്ക് പറ്റുന്നത് പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നാ എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ വേറെ എന്തൊക്കെയാ നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കേൾക്കാനിരുന്നാലേ ഇതൊക്കെ ചൂടാറിപ്പോ. സോ നമുക്കിത് അത് കഴിച്ചു തീർക്കാം, എന്നിട്ട് കഥ കേൾക്കാം. വാ, തുറക്കും.
ഞാൻ പ്ലാൻ ചെയ്ത കാര്യം ഇപ്പൊ അവൻ ചെയ്തോണ്ടിരിക്കുക. ബോസ്, ഞാൻ ബോസിനെ ക്യാബിനിൽ അന്വേഷിക്കായിരുന്നു. ബോസ് ഇവിടെ എന്ത് ചെയ്യാ? അതൊക്കെ പോട്ടെ ബോസ്, ഇപ്പൊ എന്റെ ശമ്പളത്തെ ഡബിൾ ആക്കുവാണോ അതോ ട്രിപ്പിൾ ആക്കുവാണോ? എന്തായി പറയുന്നത്? അറിയാത്ത പോലെ അഭിനയിക്കില്ലേ ബോസെ? ബോസ് ബോംബെ പോയ ഗ്യാപ്പില് ഞാൻ ബോസിന് വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്തതെന്നറിയാവോ?